അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് 5ാം ക്ലാസ്സിലെ തജ്വീദിലെ 14ാമത്തെ പാഠം ഖത്മുൽ ഖുർആൻ എന്നുള്ള പാഠമാണ് ഇന്ന് പഠിക്കുന്നത്. ഈ പാഠത്തില് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആദ്യം പറയാം. ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള മുസ്ഹഫില് ഓരോ സൂറത്തുകളും ക്രമത്തില് ഓതി തീർക്കുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തുൻ നാസ് വരെ ക്രമം തെറ്റാതെ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ അതിന് ഖത്തം തീർത്തു എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഖത്മുൽ ഖുർആൻ. ഇങ്ങനെ ഓതി തീർത്താൽ വീണ്ടും ഫാത്തിഹയും ബഖറയിലെ ആദ്യത്തെ 5 ആയത്തും ഓതി അടുത്ത ഖത്മ് തുടങ്ങി വെക്കുക, ദുആ ചെയ്യലും സുന്നത്തുണ്ട്. വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അവസാനം തക്ബീർ ചെല്ലല് സുന്നത്ത് ഉണ്ട്. പിന്നെ ഖത്മുൽ ഖുർആന്റെ ഒരു ദുആ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾ കാണാതെ പഠിക്കണം. ചില പൊതുപരീക്ഷ ചില വർഷങ്ങളില് ഈ ഖത്മുൽ ഖുർആനിലെ 1-2 വരികള് പൂരിപ്പിക്കാൻ ചോദിക്കാറുണ്ട്. നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ബുക്ക് മറിക്കാം. പാഠം 14 ഖത്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ അൻ നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം തീർത്ത് ഓതുന്നതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു. ഇങ്ങനെ തീർത്തവൻ വീണ്ടും ഫാത്തിഹയും അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തും ഓതി അടുത്ത ഖത്മ് തുടങ്ങി വെക്കലും ദുആ ചെയ്യലും അനിവാര്യമാണ്. വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇനി നമുക്ക് ദുആ പഠിക്കാം. അല്ലാഹുമ്മ ഇന്ന അബീദുക വ അബ്നാഉ അബീദിക വ അബ്നാഉ ഇമാഇക നാസിയതുനാ ബിയദിക മാലിൻ ഫീന ഹുക്മുക അദ്ലുൻ ഫീന ഖലാഉക നസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആനൽ അദീം റബിയ ഖുലൂബിന വ നൂറ അബ്സാരിന വ ശിഫാഅ സുദൂരിന വ ജലാഅ അഹ്സാനിന വ ദഹാബ ഹുമൂമിന വ ഉമൂമിന വ സായികന വഖായിദന ഇലൈക വ ഇലാ ജന്നാതിക ജന്നാത്തിൻ നഈം വ ദാരിക ദാരിസ്സലാം മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم اجعله لنا شفاء وهدى وإماما ورحمة وارزقنا تلاوته على النحو الذي يرضيك عنا. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا عدوا إلا كفيته ولا عائبا إلا رددته ولا عاصيا إلا عصمته ولا شفاء ولا فساد إلا أصلحته
ولا ميت إلا رحمته ولا عيبا إلا سترته ولا عسير إلا أيسرته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا أعنتنا على قضائها في يسر منك وعافية يا أرحم الراحمين والحمد لله رب العالمين. നന്നായിട്ട് എല്ലാവരും പാഠം വായിക്കാം. അള്ളാഹു നമ്മളെ ഇരുവീട്ടിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.